Importance of ISO 14000 certification. ISO 14000 certification ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ISO 14000 certification can help lower cost because it requires efficient use of resources and limited waste. നമ്മൾ വേസ്റ്റ് കുറയ്ക്കുന്നു, എഫിഷ്യൻറ്റ് റിസോഴ്സസ് ഒക്കെ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് റീസൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ വേസ്റ്റ് കുറയുന്നു. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വേറെ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. ISO 14000 certification achieved by having accredited auditor verify all requirements when a company self declare. അതായത് നമ്മൾ ISO 14000 സർട്ടിഫിക്കേഷൻ അക്രഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്ത് നമ്മൾ സെൽഫ് ഡിക്ലെയർ ചെയ്യുകയാണ്, നമ്മൾ പ്രൊഡക്റ്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് മാർക്കറ്റിംഗ് ടൂൾ ഫോർ കമ്പനീസ്. ഇത് നമുക്ക് ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നമ്മുടെ കമ്പനി നല്ലതാണ്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ്, ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. ദ അതർ ബെനിഫിറ്റ് ഇൻക്ലൂഡ് ബീങ് ടു സെൽ പ്രൊഡക്റ്റ് കമ്പനീസ് യൂസ് 14000 സർട്ടിഫൈഡ് സപ്ലയേഴ്സ്. കമ്പനി മേ more products are considered to environment ഫ്രണ്ട്ലി. അതൊക്കെ എന്തായിരിക്കും, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കുറയും, റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആസ് വിത്ത് 9001 ISO 9001 and 14000 ആക്ട് ബോത്ത് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ടൂൾ ആസ് വെൽ ഡെമോൺസ്ട്രേറ്റിംഗ് കമ്പനീസ് എൻവയോൺമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. അതെന്താണ്, രണ്ടും ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ടൂളാണ്. നമ്മുടെ ക്വാളിറ്റി നമ്മൾ 14000 പറയുമ്പോൾ പറഞ്ഞു ഓപ്ഷണലാണ് എന്നുള്ളത്. മറ്റേത് ISO 9000 എന്ന് പറയുന്നത് ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ടുണ്ട്, ചില കമ്പനികൾക്ക് അത് ഓപ്ഷനിലാണ്, പക്ഷേ ചില ടൈപ്പ് ഓഫ് ബിസിനസ്സിനൊക്കെ അത് നിർബന്ധമായിട്ടുണ്ട്. പക്ഷേ 14000 എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നമുക്കിപ്പോഴും ചില കാര്യങ്ങൾക്കൊന്നും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമാക്കിയിട്ടില്ല, അത് ഓപ്ഷണലായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആസ് എ വേ ഡെമോൺസ്ട്രേറ്റിംഗ് കമ്പനീസ് എൻവയോൺമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻസ്. അതെന്തായാലും കസ്റ്റമേഴ്സിനും ക്ലയൻസിനും അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇവിടെ നോക്കുന്നത് 14000 ആണെങ്കിലും 9000 ആണെങ്കിലും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഹൗ എ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ പറഞ്ഞ പ്രോസസ്സാണ് അവിടെ മെയിനായിട്ട് നോക്കുക. പെർട്ടൈൻ ടു ദ പ്രോസസ് ഹൗ എ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. 9000 പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇവരുടെ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പ്രൊഡക്റ്റ് ഇന്ന പർപ്പസിന് ഉണ്ടാക്കുന്നില്ല, ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്, അതാണ് മെയിനായിട്ട് അവിടെ നോക്കുക. റദർ ദാൻ പ്രൊഡക്റ്റ് ഇറ്റ്സെൽഫ്. ആ പ്രൊഡക്റ്റ് മാത്രമല്ല, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ നമ്മൾ അവിടെ കിച്ചണിൽ പോയി നോക്കുമ്പോഴായിരിക്കും മോശമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാവും ചെയ്യുന്നുണ്ടാവുക, കുറേ കെമിക്കൽസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുന്നതും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ മെയിനായിട്ട് നോക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളല്ല, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണത്. അവിടെയാണ് ISO 9000 14000 ഇമ്പോർട്ടൻ്റ് ഉള്ളത്. 14000 ആകുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നതെന്നും കൂടി കൺസിഡർ ചെയ്യും. 9000 ആകുമ്പോൾ നമ്മൾ എന്ത് നോക്കും, ആ പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ ഭക്ഷണമാണ് ചെയ്യുന്നതെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യണം, മെഷീനറീസൊക്കെ ക്ലീൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യും. അപ്പോൾ അതുപോലെ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സും അത് പിന്നീട് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ ചെയ്യുന്ന സമയത്ത്, ക്ലോത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിന്നീട് വല്ല ഹാംഫുൾ ആവാനുള്ള സാധ്യതകളുണ്ടോ, സ്കിന്നിന് ഡിസീസസ് വരാനുള്ള സാധ്യതകളുണ്ടോ, അങ്ങനെയൊക്കെ അതിൽ ചില കെമിക്കൽസൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നോക്കുന്നത് അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ISO 14000 ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ ഇക്കോ മാനേജ്മെൻറ്റ് ഓഡിറ്റ് സ്കീം. അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഇതിൻ്റെ. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ്സൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രിയർ ടു ഡെവലപ്മെൻറ്റ് ഓഫ് ISO 14000 സീരീസ് ഓർഗനൈസേഷൻ വോളണ്ടറിലി കൺസ്ട്രക്റ്റഡ് EMS. അതായത് ഈ 14000 വരുന്നതിന് മുന്നേ നമ്മൾ സ്വമേധയാ ചില ആൾക്കാർ നല്ല രീതിയിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവെയറായി, നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. EMS എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിഫൈൻഡ് ISO ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്ലാനിങ് ആക്ടിവിറ്റി, റെസ്പോൺസിബിലിറ്റി, പ്രാക്ടീസ്, പ്രൊസീജിയർ, പ്രോസസ്സ്, റിസോഴ്സ് ഫോർ ഡെവലപ്പിംഗ്, ഇംപ്ലിമെൻറ്റിംഗ്, അച്ചീവ്, മെയിൻറ്റെയിനിങ് എൻവയോൺമെൻറ്റ് പോളിസി. ഇതൊക്കെ ഇതിൽ EMSൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ ആക്ടിവിറ്റീസിനും നമ്മളത് കൺസിഡർ ചെയ്യണം. അത്
എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ദെൻ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം 14,004 വിച്ച് ഗീവ്സ് അഡീഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ഗുഡ് EMS. 14,004 ഒരു അഡീഷണൽ ഗൈഡ് ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ISO 14,000 സർട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ.